ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ഗുരുവായൂരൊന്ന് പോയതാണ്. ഗുരുവായൂർ പോയപ്പോൾ നാമം ജപിക്കൽ ഈ ലൈനിൽ ഇങ്ങനെ നിൽക്കില്ല നമ്മൾ. അപ്പോൾ ആ സമയത്ത് നാമം ജപിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ബുക്ക് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കടയിലൊക്കെ ചെന്ന് ചോദിക്കണം ബുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും കടയിലൊന്നും ബുക്ക് വിൽക്കണില്ല. അവർ പറഞ്ഞ് നിങ്ങൾ അവിടെ ചന്ത ഉണ്ട്, പുസ്തക ചന്ത, അതിൽ പോയിക്കോളും പറഞ്ഞിട്ട് സ്ഥലം പറഞ്ഞു കേട്ടോ. സ്ഥലം കിഴക്കേ നടയ്ക്കിൽ ഇടത് ഭാഗത്തായിട്ടുള്ള ബിൽഡിങ്ങിലാട്ടോ. അത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിപ്പോയി. ഒരുപാട് ബുക്സിൻ്റെ ഒരു ചന്ത തന്നെ, ചന്ത നല്ല ഒരു ലോകം കേട്ടോ. എന്തൊരു നല്ല കൗതുകത്തോടെ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളതിങ്ങനെ നോക്കി കുറേ നേരം നിന്നു. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഇത്തിരി ധൃതി ഉണ്ടായിരുന്ന കാരണം എന്നെ മുഴുവൻ വീഡിയോ ഒന്നൊക്കെ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ബുക്സൊക്കെ കുറേ നോക്കി, വലിയ വലിയ ബുക്സുകളും ഞാനൊക്കെ വായിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച നല്ല നോവലുകളും കഥകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒന്ന് വാങ്ങാനൊന്നുള്ള അത്ര ഒരു ഉദ്ദേശത്തിലല്ല പോയത്. കാരണം പിന്നെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. ബാഗൊക്കെ അവിടെ അടുത്തേക്കാൻ കൊടുത്തതായിരുന്നു. അത് കാരണം വേറെ ബുക്സൊന്നും വാങ്ങിയില്ല. ചെറിയൊരു നാമജപത്തിൻ്റെ ബുക്ക് മാത്രം വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്നാലും എത്ര നല്ല ബുക്കുകളാണ്. എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് കാണാനെങ്കിലും പോയിക്കോളൂ കേട്ടോ. ഞാനവിടെ കയറി ചെന്ന് കുറച്ച് എനിക്ക് ആവശ്യമുള്ള 2 ചെറിയ ബുക്സൊക്കെ വാങ്ങി. പിന്നീട് ഞാനിങ്ങനെ നടന്ന് എല്ലാതും കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു കേട്ടോ, ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അതിനെന്താ എടുത്തോളൂ, നിങ്ങൾ ബുക്ക് ഒന്നിച്ചെടുത്ത് പോകുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ എല്ലായിടത്തും നടന്ന് അങ്ങനെ കണ്ട് നല്ല വലിയ വലിയ ബുക്കുകളായിട്ടല്ല. അത് ഒരുപാട് ദിവസങ്ങളായിട്ടിരുന്ന് വായിക്കാനും ബോറടി മാറ്റാനും ഒക്കെ പറ്റും കേട്ടോ. പ്രശസ്തരായ എഴുത്തുകാരുടെ ഓരോരോ ബുക്കുകളാണ്. ഈ കാണുന്ന ബുക്ക് ഞാൻ ഒരുപാട് വായിക്കാൻ ആഗ്രഹിച്ച ബുക്കാട്ടോ. എൻ മഗജെന്ന് എഴുതിയിട്ടുള്ള ആ ബുക്ക് പറങ്കിമാൻ്റെ. അതെന്താ കഥ എന്നുള്ളത് അറിയാൻ നല്ലൊരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടി പോകണം ഗുരുവായൂരിൽ. അന്ന് ഞാൻ കുറച്ച് കാശൊക്കെ കയ്യിൽ കരുതിയിട്ട് ബുക്സ് ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഏതെങ്കിലും അല്ല, 2-3 വാങ്ങണം. നമുക്ക് അവിടെ പോയാൽ പകുതി വിലയില്ല തോന്നുന്നുണ്ട് കേട്ടോ. അവർ ബുക്സൊക്കെ തരുന്നത് നിസ്സാര തുക ആവുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ഈ ബുക്കും ഞാൻ ഇതൊക്കെ അറിയണം, എന്താ കഥ എന്നറിയണം എന്നൊക്കെ ആഗ്രഹിച്ച ബുക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് സങ്കടം. ബുക്സ് മാത്രമല്ല, ഡ്രോയിങ്ങുകളുണ്ട്, ഡ്രോയിങ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ആരോ എഴുതിയിട്ടുള്ള ആരാന്ന് അത് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ സമയത്തായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരുന്നതിൻ്റെ കൂടെയുള്ള ആൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അത്രയ്ക്കാണ് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ബുക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാത്തവർക്ക് സ്റ്റിച്ചിങ് പഠിക്കാനും സ്റ്റിച്ചിങ്ങൊക്കെ ആഴത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ബുക്കാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത് എഴുത്തുകാരി ആരായിരുന്നു ഓർമ്മ വരുന്നില്ല. അപ്പം എല്ലാവരും ഗുരുവായൂരിൽ പോകുമ്പോൾ കിഴക്കേ നടയിലുള്ള ഇടതുവശത്തുള്ള ബിൽഡിങ്ങിൽ അവിടെ പുസ്തക ചന്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബുക്സൊക്കെ വാങ്ങിക്കോളുണ്ട് കേട്ടോ. ഇനി ഞാൻ പോയ പോലെ അതറിയാതെ പോവാൻ നിൽക്കണ്ട. കുറച്ച് കാശൊക്കെ കയ്യിൽ കരുതിയിട്ട് പോയി വാങ്ങുക. അപ്പോൾ ശരി, ടാറ്റ.